ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലതെന്നേ പറയുന്നു. രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം കൂടുതൽ കാലം MP ആയിട്ടിരുന്നാൽ അത്രയും UDF നല്ലതാണ്. കാരണം അദ്ദേഹം ജയിച്ചുകൊണ്ട് മാത്രം ഒരു BJP സ്ഥാനാർത്ഥി ഇനി തൃശ്ശൂർ ജയിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ക്രമക്കേട് ഉറപ്പിക്കുകയാണെങ്കിലേ അതിനുള്ള പ്രത്യുപകാരമായിരിക്കും കേന്ദ്രമന്ത്രി സ്ഥാനം. അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഇത്രയും ഫൈറ്റ് ചെയ്ത് ജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് സാധാരണ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമല്ലോ. ഇത്തവണ കൊടുക്കാതിരുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കാരണം ജയിച്ചതാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് ചിലപ്പോൾ മോഡി തീരുമാനിച്ചു കാണും. ഞങ്ങൾ കൊടുത്ത പരാതി നിലവിലുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തില്ല. തൃശ്ശൂർ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് മറ്റുള്ള സ്ഥലത്ത് അറിയാം. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. BJP പറയുന്ന പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസറും പറയുന്നത്. പരാതി വന്നില്ല, അതിനുശേഷം യോഗം ചേർന്നു, അതിലും ആരും പരാതി പറഞ്ഞില്ല. പരാതി ഇലക്ഷന് മുമ്പ് തന്നെ പരാതി കൊടുത്തല്ലോ. അപ്പൊ അങ്ങനെയാണ് പരാതി അവിടെ ജില്ലാ കളക്ടർ മുക്കി. പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകിയ മറുപടി അത് ശരിയല്ല എന്നുള്ള മറുപടി ഞങ്ങൾക്ക് തന്നു. അന്ന് തന്നെ തന്നല്ലോ. ഇനി എന്താ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്? അത് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണമല്ലോ. മാത്രമല്ല, ഇതുകൊണ്ടുണ്ടായൊരു മെച്ചമെന്ന് പറയുന്നത് ഈ ഇന്നിപ്പോ ഇന്ത്യയിലുണ്ടായ ഈ സംഭവവികാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചമായിട്ട് ഞാൻ കാണുന്നത് ഇത് ഭാവിയിൽ ആവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. ഈ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഭാവിയിലെങ്കിലും ഇതുപോലെ തട്ടിമറികൾ ഉണ്ടാവരുത്. ജനാധിപത്യത്തിന്റെ ദോഷവശങ്ങളെ മാറ്റാൻ ഇതുപോലുള്ള നീക്കങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. മറ്റൊരു വിഷയം, കോൺഗ്രസിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കരുണാകരന്റെ ശാപം ഏൽക്കാത്ത നേതാവ് VD സതീശൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. ഇത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. VD സതീശന് ശാപം ചർച്ചയാവുന്നത് ഇല്ല. അതിൽ അത്ര ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. അനവസരങ്ങളിൽ അങ്ങ് ഇത്തരത്തിലുള്ള കമന്റുകൾ നൽകുന്നത് അത് വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്. ഞാൻ മറ്റുള്ളവരുടെ തൃപ്തി നോക്കിയിട്ടല്ല ഞാൻ അഭിപ്രായം പറയാം. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായിട്ട് വരില്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ ഇന്നലെ VD സതീശനാണ് ഇന്നലെ അവാർഡ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും VD സതീശനെ കുറിച്ചാണ് പറയുക, അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചല്ല പറയുക. അപ്പോൾ VD സതീശനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞത് മാത്രം. അത്ര വലിയ ബഹളവും ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല.